ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണം എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിന്റെ ഒരു എപ്പിസോഡായിട്ടാണ് ഗൈസ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിലും കാര്യം നമ്മുടെ അയൺ ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ആ എപ്പിസോഡ് കണ്ടുള്ള പോയി കണ്ട് ഗൈസ്. ഇപ്പൊ ഈ എപ്പിസോഡിലും കാര്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതിൽ വീറ്റ്, ക്യാരറ്റ്, പൊട്ടറ്റോ, ബീട്രൂട്ട് ഇതൊക്കെ ഉണ്ടാവും ഗൈസ്. അങ്ങനത്തെ ഒരു ഫുഡ് ഫാം കാര്യം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അവന്റെ വീഡിയോ കാര്യം ഇഷ്ടപ്പെടുകയും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പൊ ഗൈസ്, നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇത്തിരി ഒന്ന് കാര്യങ്ങളൊക്കെ നിന്നിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ട്രേഡിംഗ് ഹാളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റിൽ വെൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. രണ്ടാമത്തേല് അൺബ്രേക്കിംഗ് 3, മൂന്നില് സിൽക്ക് ടച്ച് ഉണ്ട് ഗൈസ്. പിന്നെ നാലില് ഫോർച്യൂൺ 3, അഞ്ചില് എഫിഷ്യൻസി 5. ഇത്രയും ബുക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ഇത് അയങ്കാരം ട്രേഡ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് മറ്റേ കണ്ണ് വന്നത്. ഞാനൊരു സോസ് പാക്ക് ഇട്ടിരുന്നു ഫ്രഷ് ആനിമേഷന്റെ, അതുകൊണ്ട് എനിക്ക് മറ്റേ കണ്ണൊന്നും കാണാൻ പറ്റണ്ടായില്ല. ഇപ്പൊ സെറ്റ് ആയി അത്. പിന്നെ ഇവിടെ ബ്രീഡറും കാര്യങ്ങളൊക്കെ വർക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് അതിന് എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഇവിടെ ആൻഡ് ഫാം ഫുൾ തീയും കാര്യങ്ങളൊക്കെ പിടിച്ച് വില്ലേജറൊക്കെ ചത്ത് വരുന്നത്. ഇപ്പൊ രണ്ടാമത് കൊണ്ടുവന്നിട്ടാണ് വില്ലേജറാണ്. പിന്നെ ഇവിടെ അയൺകാരൻ വന്നിട്ടുണ്ട്. ആദ്യം നേരം നമ്മ എഫ് കെ ഒന്നും ഒന്നുമില്ല. ഇതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോ നമ്മ അവിടെ നിന്നപ്പോ കിട്ടിയ അയണും കാര്യങ്ങളൊക്കെയാണ് കേസ്. പിന്നെ ഈ ബാമ്പു കിട്ടിയത് നമ്മ ഇവിടെ നിന്ന് കറങ്ങാൻ ഇറങ്ങിയായിരുന്നു. അങ്ങോട്ടൊന്ന് കറങ്ങി നോക്കി കേസ്. അപ്പൊ അവിടെ ഒരു വില്ലേജും കണ്ട് നമ്മ വില്ലേജിൽ നിന്ന് ഹേബയിലും കാര്യം എടുത്ത കേസ്. പിന്നെ ഇത്തിരി പോയപ്പോ നമുക്കൊരു ഷിപ്പ് റെക്കും കാര്യങ്ങളും കിട്ടി. അവിടെ നിന്ന് നമ്മ ഈ ബാമ്പു കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് പിന്നെ അപ്പുറത്താനായിട്ട് ഒരു വെള്ളത്തിനടി ഒരു വീട് പോലത്തെ സാധനം ഉണ്ടായി. അതേപോലത്തെ സാധനത്തിൽ നിന്ന് എനിക്ക് ട്രഷർ മാപ്പ് കിട്ടി. അതും തപ്പി ഇറങ്ങിയപ്പോ വേറെ ഷിപ്പ്രൊക്കെ കിട്ടി. അവിടെ നിന്ന് ഒരു ട്രഷർ മാർക്ക് കിട്ടി. അവിടെ ചെന്നപ്പോ ഒരേ ട്രഷർ മാപ്പാണ് രണ്ടും എനിക്ക് കിട്ടി. ആ വീട് പോലത്തെ നിന്നും കിട്ടിയത് ഷിപ്പ്രക്കിൽ നിന്നും കിട്ടിയത് ഒരേ ട്രഷർ മാർക്ക്. ഇപ്പൊ കിട്ടിയ സാധനമൊക്കെ ഇതേ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ലാപ്പീസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയതാ. ഇത് കണ്ടേ ഹാർട്ട് ഓഫ് ദ സീയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഹാർട്ട് ഓഫ് ദ സീ ഒക്കെ ഇവിടെ ഇരിക്കണ്ടേ. പിന്നെ നമ്മ സിൽ ടച്ച് മേടിച്ച് വെച്ചേക്കണത് ഡയമണ്ട് വൈൻ ചെയ്തിട്ട് നമുക്ക് ഡയമണ്ട് പിക്കാക്സിലോട്ട് അത് ആഡ് ചെയ്യണം ഗൈസ്. എന്നിട്ട് നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ വൈൻ ചെയ്ത് നമുക്ക് സ്റ്റോൺ പിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സിൽ ടച്ച് മേടിച്ച് വെച്ചാണ്. അല്ലാണ്ട് അവിടെ നിന്ന് കിട്ടിയതല്ലേ ഗൈസ്. അപ്പൊ ഇനി ഞാൻ എന്റെ ഫുഡ് ഫാമിനുള്ള റിസോഴ്സസ് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടും വരാം ഗൈസ്. അതേ നേരം ഒന്നും എടുക്കത്തില്ല. ആ മരമൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടി മാത്രം ഇത്തിരി സമയം എടുക്കും. അത് മൊത്തം കളക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കേസ് അപ്പം നമ്മൾ റിസോഴ്സ് കളക്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ റിസോഴ്സും കളക്ടിങ് കാര്യങ്ങളും കാണിച്ചാൽ റിസോഴ്സൊക്കെ കാണിച്ചാൽ ഇത്ര സാധനമൊക്കെ കളക്ട് ചെയ്ത് ചെയ്യണം. വുഡും കാര്യങ്ങളും നമുക്ക് ഇനി ഇതാക്കണം, ഫെൻസ് ആക്കണം. പിന്നെ ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മ ഇനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തോളാം. അപ്പൊ ഇനി ഒരു ചെറിയ ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ടു ബാ.
ഫൈനലി നമ്മുടെ ബിൽഡും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഞാൻ കാണിച്ചു തരാം ഈ നമ്മുടെ ബിൽഡും കാര്യങ്ങളും. ഇതാണ് നമ്മുടെ ബിൽഡും കാര്യങ്ങളും. പിന്നെ ഇത് 4 നില കാരണം വേണ്ടതായിരുന്നു, പക്ഷേ 2 നില മാത്രം പണിയാൻ പറ്റുള്ളൂ ഈ കാരണം നമുക്ക് ഡേർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഇത്തിരി ഡേർട്ടും കാര്യങ്ങളും ഉള്ളൂ ഈ സിഞ്ഞി. അപ്പൊ അത് വെച്ച് പണിത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡേർട്ട് ഇല്ല ഈ. പിന്നെ നമ്മുടെ ഒരു ബാണ് പോലത്തെ ഒരു ചെറിയൊരു ട്രേഡിങ് ഹാൾ പോലത്തെ സാധനം സെറ്റ് ചെയ്യാൻ നോക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ടെറാഫോമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഡേർട്ടും കാര്യങ്ങളും വേണ്ടി വരും. പിന്നെ അവിടെ ആയിട്ട് നമ്മ ഈ മലയും കാര്യങ്ങളൊക്കെ ഇടിച്ചു പൊട്ടിക്കുന്നു. നമ്മ ഓഫ് ക്യാമറയും കാര്യങ്ങളും ഈ മലയും കാര്യം ഇടിച്ചു പൊട്ടിക്കും. അതിനു മുമ്പ് നമുക്ക് ഡയമണ്ടും കാര്യങ്ങളും മൈൻ ചെയ്യണം. പിന്നെ എഫിഷ്യൻസി 5ഉം കാര്യങ്ങളും അവൻ്റെ മേടിക്കണം കൈസ്. ആദ്യ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മ ഓഫ് ക്യാമറ ചെയ്യും. പിന്നെ നമ്മ കൗക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ ഓഫ് ക്യാമറ ഉണ്ടാക്കും കൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ഓഫ് ക്യാമറ പരിപാടിയും കാര്യങ്ങളും. പിന്നെ ക്യാറ്റ് ഫാമിന്റെ മൊത്തം വെച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഉള്ളിൽ കയറി കാണിച്ചു തന്നില്ലല്ലേ, കാണിച്ചുതരാം. വെയിറ്റ് കരോ. ഓക്കെ അപ്പൊ ഇത് വീറ്റും കാര്യങ്ങളും നമ്മ ഫുള്ളും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലടത്ത് ടോർച്ചും കാര്യങ്ങളും നടുക്കായിട്ട് വെക്കേണ്ടി വന്നു, കാരണം മറ്റേ നടാൻ പറ്റില്ലല്ലോ ടോർച്ചില്ലെങ്കിൽ. അങ്ങനെ വെക്കേണ്ടി വന്നു. പിന്നെ മേളിൽ അങ്ങനെ വെച്ചുള്ള ഞാൻ, കാരണം മേളില് ഓട്ടയിട്ട് ഇടയ്ക്കാണ്. അതിൻ്റെ കയ്യിൽ നമ്മ ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ പകുതി വരെ വെക്കാൻ പറ്റിയിട്ടുള്ളൂ ക്യാരറ്റും കാര്യങ്ങളും. ഫുള്ളായിട്ട് വെക്കണം. ഓഫ് ക്യാമറ ചെയ്തോളൂ ഓഫ് ക്യാമറ ഇവിടെ കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വളർന്നോളൂ. ഇപ്പൊ ഞാൻ ഫുൾ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തോളാം. പൈസ നമ്മുടെ പുതിയൊരു കുതിരേനെയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇതിന് ഈ പേരും കാര്യങ്ങളും നിങ്ങൾ അടിയിൽ സജസ്റ്റ് ചെയ്യും. അപ്പൊ അത് വിളിക്കാം നമുക്ക് കഴിഞ്ഞാൽ. പിന്നെ എന്താ പിന്നെ ഗൈസ് നമ്മ ഓഫ് ക്യാമറയും കാര്യങ്ങളും ഇവിടെ ഒരു ചെറിയ ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത് കാണിക്കാൻ വിട്ടു ഞാൻ. വെറുതെ ഒന്ന് സെറ്റ് ചെയ്യുന്നുള്ളൂ ഗൈസ്. എനിക്ക് ബോൺ വീലും കാര്യങ്ങളൊക്കെ വേണ്ടി മാത്രം സെറ്റ് ചെയ്തേന്. പിന്നെ ഗൈസ് എനിക്ക് സാഡിലും കാര്യങ്ങളും കിട്ടിയത് എനിക്ക് മറ്റേ ഷിപ്പ് റെക്കിന്ന് തന്നെയാണ് ഗൈസ്. ഷിപ്പ് റെക്കിന്നിട്ട് 2 സാഡിലും കിട്ടി, 2 കിട്ടി എനിക്ക്. ഞാൻ അവന്റെ മേത്തിട്ട് ഒരെണ്ണം എൻ്റെ ഇരിപ്പിടുന്നുണ്ട് ഗൈസ്. പിന്നെ എന്തോന്നാ പിന്നെ അയൺ ഫാമിന് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇവിടെ ഇത്രയും വർക്ക് ചെയ്തോന്നപ്പോ തന്നെ അയൺ കാര്യങ്ങളൊക്കെ കിട്ടണ്ട് ഗൈസ്. പിന്നെ ഇത് നമ്മ ചിലപ്പോ പൊട്ടിച്ച് മാറ്റിയിട്ട് വേറെ വലിയതായിട്ട് വേണം പണിയും കഴിയും. ഇപ്പോഴല്ല, ഇത്തിരി കൂടി റിസോഴ്സ് ഒക്കെ ആയിട്ട് ഈ മാത്രം പണിയുള്ളൂ. ഇപ്പൊ നമ്മ ഒന്ന് ഓഫ് ക്യാമറയിലൊക്കെ ഒന്ന് നോക്കിയപ്പോ നമുക്കിതൊരു ഫാമിങ് ഐലൻഡ് ആക്കി എടുത്താലെന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വില്ലേജും കാര്യങ്ങളൊക്കെ ഇടിച്ചു പൊട്ടിച്ചിട്ട് നമുക്ക് അവിടെ നമ്മുടെ ബേസും കാര്യങ്ങളും പണിയാന്നാണ് നമ്മുടെ പ്ലാൻ അനുസരിച്ചിരിക്കണം. അതിനു മുമ്പ് ഞാൻ ഓഫ് ക്യാമറയും കാര്യങ്ങളും ഡയമണ്ട് മൈനിങ്ങിന് ഇറങ്ങിയിട്ട് നമ്മ എന്തോന്നാ മറ്റേ ഡയമണ്ട് കാര്യങ്ങളും മൈൻ ചെയ്തിട്ട് നമ്മൊരു പിക്കാക്സും ഷവലും ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മ ഇവിടെ മൈൻ ചെയ്യണ പരിപാടി എങ്ങനെയാണ് നോക്കും ഗൈസ്. ഇവിടെ ഇത്രയും മലയും കാര്യം ഇടിച്ചു പൊട്ടിക്കണം. നമുക്കിത് ഇവിടം വരെയും ഗൈസ്. ഇവിടെ ഒന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടിക്കാനുണ്ട്. ഇവിടം വരെ ഇങ്ങനെ കയറി ഈ കുഴിയൊക്കെ നമ്മ മൂടും ഗൈസ്. വലിയൊരു കേവും കാര്യങ്ങളൊക്കെ അതിന്റെ അവിടം വരെയും വരുമായിരിക്കും. ഇവിടം വരെയൊക്കെ വരും ഗൈസ് ഇത്. അപ്പൊ അതൊക്കെ മൂടും നമ്മ. എന്നിട്ട് നമ്മ ഇവിടം വരെയും നമ്മുടെ ഇതും കാര്യം ഉണ്ടാവും കുഴിക്കേണ്ടത്. ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. ഇവിടം വരെയൊക്കെ ഉണ്ടാവുള്ളൂ ഗൈസ്. ഇതിവിടം വരെ ഈ വഴി ഇത്രയും കുഴിച്ചു. നമ്മ എന്നിട്ട് ഇത് ഇവിടെ വെച്ച് നിർത്തും ഗൈസ്. ഇവിടെ വെച്ച് നിർത്തും. ഇത് ഇവിടെ നിന്ന് അങ്ങാട്ട് അങ്ങനെയാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി അയൺ ആർമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് അയൺ എടുക്കുക. എന്നിട്ട് നമുക്ക് ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട്, ലെഗിൻസ്. ഓക്കെ ഗൈസ്. നമ്മ അങ്ങനെ അയൺ ആർമറിലോട്ട് മാറിയേ. പിന്നെ അടുത്ത എപ്പിസോഡിലും കാര്യങ്ങൾ നമ്മ വരുമ്പോ ചിലപ്പോ ഇവിടെ ഒരു കൗക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. പിന്നെ ഒരു മൈനിങ്ങിന് ഡയമണ്ട് പിക്കാക്സൊക്കെ ആയെന്നൊക്കെ വരും. പിന്നെ ചിലപ്പോ നമ്മ ഇത്തിരി എഫിഷ്യൻസി 5 ബുക്കും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കും ഗൈസ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. പിന്നെ എന്തോന്നാ പിന്നെ ലൈക്ക് ചെയ്തല്ലേ ലൈക്ക് ചെയ്യാ. അതൊക്കെ അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്തല്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.